الله أكبر الله أكبر. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി കാണിച്ചു തന്നില്ലേ, ആ ഒരു സ്ഥലത്ത് തന്നെയാണുള്ളത്. ഈ ഒരു നാഷണൽ ഹൈവേ അതോറിറ്റിൻ്റെ ഒരു ഫ്രഷ് റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ കാറിൽ കടന്നുറങ്ങി. പിന്നെ ഇവിടെ ഉള്ള ഒരാളുണ്ട്, ഒരാൾക്ക് അവിടെ ഷെഡിൽ കിടക്കാനുള്ളൊരു സൗകര്യം ചെയ്തു തന്നു. ബാക്കി രണ്ടാളും കാറിൽ കടന്നു. പിന്നെ ഇന്ന് രാവിലെ ഇവിടെ നിന്ന് സുബഹിക്ക് നിസ്കരിച്ചു. ഇപ്പോൾ ഒരു 6:15 പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു ഏർവാടിക്കാണ് പോണതെന്ന്. അപ്പോൾ ഏർവാടി എന്ന റൂട്ട് ജസ്റ്റ് ഒന്ന് മാറ്റാണ് കീഴക്കര എന്ന സ്ഥലത്തേക്ക്. അവിടെയുള്ള ഒരു പള്ളി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അവിടെ മക്കാമ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളേ കീഴക്കരക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു കാഴ്ച കണ്ടു, നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ഒരു കാഴ്ച കണ്ടു. അപ്പം വണ്ടി നിർത്തിയതാണ്. നമ്മളൊക്കെ കാണേണ്ട ഒരു കാഴ്ചയാണ്, ഞാൻ കാണിച്ചു തരാം. കൂടുതൽ സസ്പെൻസിൽ വെക്കുന്നില്ല. ഇത് കണ്ടോ, ഇതിനാണ് ഉപ്പുപാടെന്ന് പറയുക കേട്ടോ. ഉപ്പ് അരിച്ചെടുക്കുകയാണ്. ഓരോ പ്രോസസ്സിലൂടെ എടുത്തിട്ട് ഇങ്ങനെ ഈ കുന്നു കൂട്ടി വെക്കും. എന്നിട്ട് അത് ലോറിയിൽ അതുപോലെ കയറ്റി കൊണ്ടുപോകും. എന്നിട്ട് അതെന്ത് ചെയ്യും, ഫിൽറ്റർ ചെയ്തിട്ട് പാക്കായിട്ട് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരും. ഇത് നല്ല ഉപ്പാണ്. മണ്ണുണ്ട്, അതൊക്കെ ഇനി ആ മണ്ണൊക്കെ മാറ്റിയിട്ട് നല്ല പാക്കാക്കിയിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് വരിക. നല്ല വെയിലുണ്ട് കേട്ടോ. കീഴക്കരയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അപ്പോൾ നിർത്തിയിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത് കണ്ടോ, ഉപ്പ് ഇങ്ങനെ ലോഡാക്കാൻ കേട്ടോ ലോറിയിലേക്ക്. അവർ ഇവിടെ വന്ന് ഈ ഇതിലേക്ക് ഇങ്ങനെ ഇടും, ഈ ഒരു ജാറിലേക്ക് ഇങ്ങനെ ഇടും. അതങ്ങനെ ഉപ്പ് കയറി അങ്ങനെ പോകും. ആണോ, അവർ ഉപ്പ് കൊടുന്നിടുന്നു, ഇത് കയറി പോകുന്നു, ലോറിയിലേക്ക് അൺലോഡാവുന്നു. ഇങ്ങനെയാണ് ഈ ലോറിയിലേക്ക് ഈ സാധനം കയറ്റുന്നത് കേട്ടോ. അതിനുള്ളൊരു മെഷീനാണ്. ഇവിടെ പ്യൂരിഫിക്കേഷനൊന്നും നടക്കുന്നില്ല, ഇത് വെറും ലോഡിങ് മാത്രമാണ്. ഒരുപാട് ജോലിക്കാരുണ്ട്. കണ്ടോ, ഉപ്പാണ് ഈ കയറ്റി കൊണ്ടുപോകണം കേട്ടോ. ഉപ്പുമാല കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ജോലിയുള്ളത്. ഇങ്ങനെ ഏറ്റി കൊണ്ടുവരിക, ഇതിലേക്ക് ഇടുക, അതങ്ങനെ ലോറിയിലേക്ക് ലോഡാവുക. എന്നിട്ട് ഫാക്ടറിയിൽ പോയിട്ട് പ്യൂരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുക. കണ്ടോ, ഒരുപാട് ആളുകൾക്ക് തൊഴിലാണ് കേട്ടോ ഇതൊക്കെ. ഇത് കണ്ടാൽ ഇപ്പോൾ ഉപ്പ് കൂട്ടിക്കൊള്ളുന്നില്ല, നോക്ക്. ഇത് ശുദ്ധീകരിക്കും കേട്ടോ, ശുദ്ധീകരിച്ചിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഞാൻ നേരത്തെ ആ ഭാഗത്താണ് നിന്നിരുന്നത്. അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വന്നു, ഈ ലോറിയുടെ അടുത്തേക്ക് വന്നു. അപ്പം ഈ ലോറിയിലേക്ക് ഉപ്പ് കയറ്റുന്ന, ലോഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അല്ല, ഇവിടെ ഇതിൻ്റെ മുതലാളിമാരുണ്ട്. ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കാം. கிளீன் பண்ணி அங்கே வேற வாஷிங் பண்ணி தனித்தனியாக பியூர் ஒயிட் ஆகிடுவாங்க. பியூர் ஒயிட்டாக வாஷிங் பண்ணி பெரிய அயோடியன் போட்டு போகும். சேர்த்து மார்க்கெட் சீ வாட்டர் பக்கமாக இருந்தால் இதை விட குயிக்காக இருக்கும். சீ வாட்டர் நம்மளுக்கு வந்து இது வந்து டிஸ்டன்ஸ் வந்து எப்படி பார்த்தாலும் ஒரு 7. சீ வாட்டர் அடியில் தான் எடுக்கலாம். அடியிலேருந்து சீ வாட்டர் தான் வருது. இருந்தால் நமக்கு கடல்ல இருந்து எடுக்கிற மாதிரி இல்லை. இதில் வந்து கடல் வந்து தண்ணியில் வந்து உப்பு ஜாஸ்தியாக இருக்குது, நல்லா ഡെയിലി கிடைக்கும். അപ്പോൾ അദ്ദേഹം പറയുന്നതേ, ഇത് ശുദ്ധമായ വെള്ളമാണ്. ഇപ്പോൾ ഇത് ഉപ്പുണ്ടാക്കാനുള്ള പർപ്പസിൽ വെള്ളം വെച്ചതല്ല. ഇതിപ്പം മഴ പെയ്തുകൊണ്ട് വെറുതെ കൂടിയ വെള്ളമാണ്, അല്ലാതെ അവർ ഉപ്പുണ്ടാക്കുക എന്ന ഉദ്ദേശത്തിലുള്ളതല്ല. ഇനി വെള്ളം വറ്റിയിട്ട് എന്ത് ചെയ്യുന്നോ, അടിയിൽ നിന്ന് കടലിൽ നേരെ ഇങ്ങോട്ട് പമ്പ് ചെയ്യല്ല, ഇവിടെ അടിയിലേക്ക് പോയ വെള്ളം തന്നെ കിട്ടുക. അങ്ങനെ അടിയിൽ നിന്ന്, ഈ ഭൂമിൻ്റെ അടിയിൽ നിന്ന് വെള്ളം ശേഖരിച്ചിട്ട് ഇങ്ങോട്ട് ഈ പാടത്തേക്ക് ഒഴിക്കും. എന്നിട്ട് അതെന്ത് ചെയ്യും, വറ്റിക്കും. ഈ വെയിൽ കൊണ്ട് വറ്റും. വറ്റിയാൽ എന്ത് പോയും, ഇതുപോലെ കട്ട ഉപ്പായിട്ട് അത് നിൽക്കും. ആ വെള്ളം വറ്റുന്നതോടുകൂടി പിന്നെ ഇതുപോലത്തെ ഉപ്പായിരിക്കും ഉണ്ടാവുക. ഈ വെള്ളം മൊത്തം ഉപ്പാകും. ആ ഉപ്പ് എന്ത് ചെയ്യും, ഒരു മാസം 2 തവണയാണ് ഇങ്ങനെ ആവുക എന്ന് പറഞ്ഞേ. 15 ദിവസം എടുക്കും. ഒരു ഇങ്ങനെ ഒരു പാടം ഉപ്പാകണമെങ്കിൽ 15 ദിവസം എടുക്കും. അങ്ങനെ 15 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ കോരി, ആ പാടത്തു നിന്ന് കോരിയിട്ട് ഇങ്ങനെ ഇടും. അപ്പം ഒരു മാസം 2 തവണയാണ് ഇവിടുന്ന് ഉപ്പ് കിട്ടുക. ഇങ്ങനെ കോരിയിട്ട ഉപ്പ് ഇതുപോലെ ലോഡിലേക്ക് കൊണ്ടുപോകും. ലോഡ് കയറ്റി കൊണ്ടുപോയിട്ട് ആ ഫാക്ടറി പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പാക്കായിട്ട് അത് മാർക്കറ്റിലേക്ക് ഇറങ്ങും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇത് കടലിൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ
വെള്ളം അടിയിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം കടലിൽ തന്നെ ഉണ്ടല്ലോ. അത് കുറച്ച് ഡിഗ്രി കൂടിയ വെള്ളമായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് ഉപ്പുണ്ടാക്കാൻ കഴിയും. ഇവിടെ കടലിൻ്റെ അടുത്തല്ല, അത് കുറച്ച് ദൂരെയാണുള്ളത്. ഏർവാടിയിലേക്ക് നമ്മൾ എത്തിയില്ല, ആ സ്ഥലത്താണുള്ളത്. അപ്പം അവർ ഭൂമിൻ്റെ അടിയിൽ നിന്ന് വെള്ളം എടുക്കും. ഭൂമിൻ്റെ അടിയിൽ നിന്ന് വെള്ളം എടുത്താലും അത് എന്തുണ്ടാവും, ഉപ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഉപ്പ് രസത്തിൻ്റെ വെള്ളം ഈ പാടത്തിലേക്ക് ഇട്ടിട്ട് അത് വറ്റിച്ചിട്ട് ഉപ്പാക്കിയിട്ട് ഇങ്ങനെ ലോഡ് കയറ്റും, ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് പാക്കാക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരും. നേരത്തെ നമ്മൾ കണ്ടില്ല അവിടുന്ന് ലോഡ് കയറ്റുന്നത്. ആ ലോഡ് കയറ്റുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ചാടനുണ്ടോ അതവിടെ ഒരാളൊന്ന് ലോറിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും, കണ്ടോ, ലോറിയിൽ ഇങ്ങനെ നിരപ്പാക്കും. ഇപ്പോൾ വരും ട്രിപ്പ്, അതാ വന്നു. അപ്പോൾ അവിടെ നിന്ന് ഇടുന്നത് അതിനനുസരിച്ച് ഇവിടെ ഒന്ന് ചാടുകയാണ്. നല്ല ഭംഗിയുണ്ടത് കാണാൻ. ലോറി അത്യാവശ്യം നല്ല പവറുള്ള ലോറി തന്നെ ആവണം, നല്ല കയറ്റി കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നല്ല ചളിയാണ്, പൂന്തി പോകുന്നുണ്ട്. ചിലയിടത്തൊന്നും നമുക്ക് വിശ്വസിച്ച് ചവിട്ടാൻ കഴിയില്ല. ഇപ്പോൾ ഇതിൻ്റെ സീസൺ അല്ല കേട്ടോ. സീസൺ ഇനി ജനുവരിയൊക്കെ ആകുമ്പോഴാണ്. മഴ പെയ്താൽ ഇത് നടക്കില്ല, ഇവരെ ബിസിനസ് പോക്കാണ്. മഴ ചോർന്നതിന് ശേഷം ഇനി വെള്ളമൊക്കെ എന്ത് ചെയ്യുന്നോ, അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിങ്ങിലൂടെ അപ്പുറത്തേക്ക് വിടും. എന്നിട്ട് ഇവർ അടിയിൽ നിന്ന് വെള്ളം ഇതിലേക്ക് പാരും. ഈ ലോഡ് ചെയ്യുന്ന ഉപ്പുണ്ടല്ലോ ലോറിയിൽ കൊണ്ടുപോകണം, അതിന് തൂത്തുക്കുടിയിലേക്കാണ് പോവുക. തൂത്തുക്കുടിയിൽ എന്തുണ്ട്, ഫാക്ടറി ഉണ്ട്. അവിടെ പോയിട്ട് അയഡിനൊക്കെ ചേർത്തിട്ട് പാക്കാക്കിയിട്ട് വരും. അപ്പം ഇനി പോകാനുള്ളത് കീഴക്കര മക്കാമിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. കണ്ടോ, ഇങ്ങനെ അവിടെ വണ്ടി എടുത്തിട്ട് ഇതിലെങ്ങനെ നടന്നാൽ പോയത് കേട്ടോ. അത്യാവശ്യം നടക്കാണ്ട്, കുഴപ്പമില്ല, എന്നാലും നല്ല കാഴ്ചയാണല്ലോ കിട്ടിയത്. അപ്പം കീഴക്കര എത്തിയിട്ട് കാണാം. അതിന് മുന്നേ പ്രത്യേകിച്ച് എന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ അതും കാണിച്ചു തരാൻ ഇൻഷാ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, കീഴക്കര പള്ളിയിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ സിയാറത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പള്ളി. ഈ പള്ളിക്ക് വലിയ ചരിത്രമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ മക്കാം ഒന്ന് ജസ്റ്റ് കാണാം. മാദിഹുർ റസൂൽ ഷെയ്ഖ് സദഖത്തുള്ള ഖാരി റളിയല്ലാഹു അൻഹു മക്കാം ഷരീഫാണ് കേട്ടോ ഇത്. നിങ്ങൾക്കറിയാം, കുത്തുബിയത്തൊക്കെ എഴുതിയ മഹാനാണ്. അതുപോലെ തന്നെ ഖസീദത്തുൽ വിത്തിരിയ എഴുതിയ മഹാനാണ്. അവരുടെ മക്കാമാണിത്, ഉണ്ടോ. ഇപ്പം ഞങ്ങൾ നേരത്തെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ ആൾ പുറത്ത് പോയതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. കാണിച്ചത് ഇതാണ് കേട്ടോ മഹാൻ്റെ മക്കാമ്. മഹാനെക്കുറിച്ച് കണ്ടോ, ജനനം കായൽ പട്ടണത്താണ് കേട്ടോ. ഹിജ്റ 1042 അങ്ങനെ മഹാനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് ഈ ഒരു മഹാൻ്റെ ഒരു കറാമത്ത് ഞാൻ പള്ളി കാണിച്ചു തരുമ്പോൾ പറയാം. കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം കുത്തുബിയത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ആ കുത്തുബിയത്തിൻ്റെ മുസന്നിഫാണ് ഇവിടെ കിടക്കുന്നത്. അവിടെയാണ് നമ്മളിപ്പം സിയാറത്ത് ചെയ്തത്. വലിയ പ്രതിഫലമുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഉസ്താദുമാരും മക്കളും സ്ത്രീകളും ഒക്കെ സിയാറത്തിന് വരുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച സ്ഥലം കൂടിയാണ്. ഇപ്പം ഇതാണ് മക്കാമ്. മക്കാമിനനുബന്ധിച്ചുണ്ട് ഒരു പള്ളി ഉണ്ട് കേട്ടോ. ഈ പള്ളി ജിന്നുകൾ ഉണ്ടാക്കിയ പള്ളിയാണെന്ന് പറയുന്നുണ്ട്, അല്ലാതെ മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കിയ പള്ളിയാണെന്ന് പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു ദിവസം കൊണ്ട്, ഒരു രാത്രി കൊണ്ട് നിർമ്മിച്ച പള്ളിയാണെന്നാണ് പറയുന്നത്. ഒരു രാത്രി കൊണ്ട് നിർമ്മിച്ച പള്ളിയാണ്. ഈ പള്ളിക്ക് വേണ്ട കല്ല് കൊണ്ടത് വാൽനോക്കിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാത്രി എടുത്ത പള്ളി ആയതുകൊണ്ട് ഒരു രാത്രി നേരം വെളുത്തപ്പോഴേക്ക് പള്ളിയുടെ പണി പൂർത്തിയാകാതെ ഒരു കല്ലും കൂടി വെക്കാൻ ബാക്കിയുള്ളൊരു സ്ഥലം ഇവിടെ ഉണ്ട്. ആ ബാക്കിയുള്ള കല്ല് വാൽനോക്കിൽ പോയാൽ അവിടെ ആ കല്ല് ഇപ്പോഴും ഇതിനു വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ച കല്ല് ഇപ്പോഴും അവിടെ ഉണ്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. നമുക്ക് പോയി കാണാൻ പറ്റുമെങ്കിൽ ഈ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പള്ളി നോക്കുകയാണെങ്കിൽ ഭയങ്കര കല്ലാണ് കേട്ടോ. പഴയ ആ വാൽനോക്കിലുള്ള കടലിൻ്റെ സൈഡിലുള്ള കല്ല് ചെത്തി മിനുക്കിയിട്ട് ഉണ്ടാക്കിയ ഡിസൈനാണ് കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെയൊക്കെ ഡിസൈൻ ഉണ്ടോ, പണ്ട് ഉണ്ടാക്കിയ ഡിസൈനാണ്. അതൊരു പൊട്ടുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പഴയ പള്ളിയാണ് കേട്ടോ, അന്നത്തെ കാലത്തെ ഉണ്ടാക്കിയ പള്ളിയാണ്. ഇതിൻ്റെ കല്ലാണ്, ഫുൾ കല്ലാണ് കേട്ടോ. ഇതൊക്കെ കടലിൻ്റെ സൈഡിലുള്ള കല്ലാണ്. വല്ലാത്ത ഡിസൈനാണ്, നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഇതൊക്കെ കല്ല്, നീണ്ട കല്ല് വെച്ചിട്ടുള്ള പഴയ ഒരു നിർമ്മാണ ശൈലിയാണ്. ഇതൊക്കെ ഉണ്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. വല്ലാത്തൊരു അത്ഭുതമാണ്. ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഇതിൻ്റെ ഒരു അത്ഭുതം. അതുകൊണ്ട് ഇത്രയും ഡിസൈനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ. എവിടെ നോക്കിയാലും നല്ല കൊത്തുപണിയുടെ ഡിസൈനാണ്. നോക്കി നിന്ന് പോകുന്ന നല്ല ഡിസൈനാണ് എല്ലായിടത്തുള്ളത്. ഇതൊക്കെ കല്ലാണ്, മറ്റൊന്നുമില്ല. കല്ലുകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് എല്ലാം. കല്ല് ഉണ്ടോ,
ഇതിൻ്റെ തൂണായാലും ഇതിൻ്റെ ഈ വാതിലിൻ്റെ പുള്ളിയായാലും ഇതൊക്കെ ഒന്ന് ഇപ്പം റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിയിലൊക്കെ കല്ലാണ് കണ്ടോ. അതിൻ്റെ എല്ലാ മോടിയോടുകൂടി ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നത് വലിയൊരു സാധനമാണ്. ഇതിൻ്റെ ഏതോ ഒരു ഭാഗത്തൊരു കല്ല് വെക്കാൻ ബാക്കിയുള്ളൊരു സ്ഥലമുണ്ട്. അത് കാണാൻ കഴിയും അറിയില്ല. അവിടെ പരിചയമുള്ളവർ വന്നാൽ കാണിച്ചു തരാൻ കഴിയും ഏത് ഭാഗത്താണെന്നുള്ളത്. പിന്നെ അങ്ങനെ ഇതുണ്ടോ, ഇതൊക്കെ എല്ലാ സൈഡിലും കല്ലാണ്. നല്ല സൂപ്പർ ഡിസൈനിലൂടെ വെറുതെ കല്ല് വെച്ചാണ്ട് എന്തോ ഉണ്ടാക്കിയതല്ല. അവൻ മനസ്സിലാക്കേണ്ടൊരു കാര്യം, ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാവാൻ ചെയ്യുക. ഈ സാധനങ്ങൾ ഇങ്ങനെ ഡിസൈൻ വെക്കുക. ഇത് ഇവിടെ നിന്നല്ല, ഇത് വാൽനോക്ക്, ഏർവാടിക്ക് അപ്പുറത്തുള്ള വാൽനോക്കിൽ നിന്നാണ് ഇതിൻ്റെ കല്ല് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കല്ല് വയ്ക്കാനുണ്ട് എന്നുള്ളത്. ആ കല്ല് അവിടെ എപ്പോഴും കാണാൻ കേട്ടോ. ഞാൻ 2 കൊല്ലം മുന്നേ പോയപ്പം വരെ ഞാൻ ആ കല്ല് കണ്ടിട്ടുണ്ട്. ഇൻഷാല്ലാ ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു വല്ലാത്ത ഉണ്ടോ. ഇങ്ങനെ ഇവിടെ വാതിലടച്ചിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ സമയത്ത് മാത്രമേ തുറക്കുള്ളൂ. ഇപ്പം നിസ്കാരത്തിൻ്റെ സമയമല്ല. ഇതാണ് ഇദ്ദേഹം എന്തോ കാണിച്ചു തരുന്നുണ്ട്. എന്താ പറയണേ, മൂപ്പര് അതിൽ വന്നിട്ട് ഉള്ളിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. പൂട്ടിയിട്ടുണ്ട്. ഇപ്പം പള്ളി പൂട്ടിട്ടിരിക്കുകയാണ്. 10:30 ഉസ്താദ് വരുമ്പോഴേ തുറക്കുള്ളൂ. എന്തായാലും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അദ്ദേഹം തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ വന്ന് കണ്ട് സിയാർത്ത് ചെയ്യേണ്ട, ഈ മഹാന് സിയാർത്ത് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ. അപ്പം ഇവിടെ ഒന്നും കൊറോണൻ്റെ ഇഷ്യൂ ഇല്ല. ആരും മാസ്ക് ഇടുന്നില്ല. ഇത് ഒരു സാധാരണ ഒരു രോഗം പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ രൂപത്തിൽ ശ്രദ്ധിച്ച് വരികയാണെങ്കിൽ ഇപ്പോഴും സിയാർത്ത് ചെയ്യാം, ഇപ്പോഴും കാണാം, എല്ലാം ചെയ്യാം. അപ്പം അതിനെ കൊറോണയെ പേടിച്ചിട്ട് ഇപ്പം വരാതിരിക്കുന്നു വേണ്ട. ഇവിടെ എല്ലായിടത്തും തുറന്നിട്ടുണ്ട്. വരാൻ പറ്റുന്ന സാഹചര്യമാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊന്ന് അദ്ദേഹം പോയിട്ടുണ്ട്. അത് തുറന്നിട്ട് അവിടെ ഒന്ന് കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ആ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ. മാഷാ അല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതാണ് കേട്ടോ പള്ളി. മാഷാ അല്ലാഹ്, നോക്ക് ഇതിൻ്റെ ഒരു ഭംഗി നോക്കുകയാണെ പുറത്ത് ഉള്ളതിനെക്കാളിലും ഭംഗിയാണ് കേട്ടോ. ഇത്രയും ഡിസൈനൊക്കെ ചെയ്തിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. കല്ലാണ് കേട്ടോ ഇതൊക്കെ. അതിൻ്റെ മേലെ കല്ലാണ്, ഈ സൈഡിൽ കല്ലാണ്, ഈ തൂണുകളൊക്കെ കല്ലാണ് അല്ലേ. പഴയ മിമ്പർ. ആ കല്ല് വെക്കാൻ ബാക്കിയുള്ള പൂർത്തിയായിട്ട് ഏത് സ്ഥലത്തായിരുന്നത്? പുറത്താ അത് പിന്നെ പൂർത്തിയാക്കിയതാ? കുറച്ച് മുന്നേ അല്ലേ? പുറത്താണല്ലേ അത്? കല്ല് ബാക്കിയുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് പിന്നെ പണി കഴിച്ചിട്ടുണ്ട്, കല്ല് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പുറത്താണത്, പള്ളീൻ്റെ ഉള്ളിലല്ല. ഈ സൈഡിൽ ഞാൻ കാണിച്ചു തരാം, സൈഡ് കാണിച്ചു തരാം. എന്തായിരുന്നാലും ഇത് വല്ലാത്തൊരു അത്ഭുതമാണ് കേട്ടോ. വല്ലാത്തൊരു അത്ഭുതമാണ്. ഇതൊന്ന് കാണേണ്ട സാധനം തന്നെയാണ്. സ്ത്രീകൾക്കാണെങ്കിൽ പുറത്തുനിന്നൊന്ന് കാണാൻ കഴിയും. ഇവിടെ കണ്ടോ, ഇതിൻ്റെ ഡിസൈനാണ്, വല്ലാത്തൊരു ഡിസൈനാണ് കേട്ടോ. വല്ലാത്തൊരു ഡിസൈനാണ് കേട്ടോ. ആ കല്ല് ഇത് വേറെ വേറെ കല്ല് വെച്ചല്ല, ഒരു കല്ല് തന്നെ വെട്ടിയിട്ട് അതിൻ്റെ ഡിസൈൻ വെച്ചിട്ട്, ഇത് ഒറ്റ കല്ലാണ്, വേറെ പീസല്ല, ഒരു സാധനമാണ്. ഈ ഒരു സാധനം ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വാൽനോക്കിൽ നിന്ന് ഇങ്ങോട്ട് ചുമന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അതുകൊണ്ടാണത് ജിന്നുപള്ളി എന്ന് പറയുന്നത്. ജിന്നാണോ മനുഷ്യനാണോ എന്ന് രണ്ടും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തായാലും ഏതായിരുന്നാലും ഇതൊരു രാത്രി കൊണ്ട് നിർമ്മിച്ച പള്ളിയാണെന്ന് പറയുമ്പോഴാണ് നമുക്കതിൻ്റെ അത്ഭുതം. കാരണം അത്രയും പെർഫെക്റ്റ് രൂപത്തിലാണ് ഇതൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ഉണ്ടോ, ഒക്കെ പെർഫെക്റ്റാണ്. ഒരു ന്യൂനത ഒരു കാണാൻ കഴിയില്ല. നമ്മൾ വർഷങ്ങളെടുത്ത് ചെയ്താലും കഴിയാത്തൊരു സാധനമാണ് ഇങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇത്രയും പെർഫെക്റ്റ്, ഇത്രയും ഡിസൈൻ, അതും ഇത്രയും കാലമായിട്ടും ഒരു തട്ടോ പൊട്ടോ ഒന്നും ഇതിന് ഡിസൈന് വന്നിട്ടില്ല. ഉണ്ടോ, ഒരു തട്ടുമില്ല പൊട്ടുമില്ല. ഈ മെമ്പറൊക്കെ പുതിയതാണ് കേട്ടോ. ഈ മിഹ്റാബ് പഴയത് തന്നെയാണ്. അതുപോലെ തന്നെ ഉണ്ടോ, പ്രത്യേക ഡിസൈനിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്. മാക്സിമം കഴിയുന്നവർക്കൊക്കെ വരാം, വന്ന് കാണാം, സിയാറത്ത് ചെയ്യാം. കാണേണ്ട സ്ഥലം തന്നെയാണ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് സിയാറത്ത് ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും നീങ്ങാൻ കാരണമാവും കേട്ടോ. വിളക്ക് വെക്കാനുള്ള ഒരു അലമാറ പോലൊരു സാധനം. പക്ഷേ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ആ പഴയ ഡിസൈൻ ഉണ്ടോ, അതുപോലെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ സൈഡിലൊന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഇവിടെയും വിളക്ക് വെക്കാൻ പഴയ കാലത്ത് വിളക്ക്, അത് പ്രകാശത്തിന് വേണ്ടിയിട്ടോ മറ്റെന്തോ ഇവിടെ ഉണ്ടോ, അതിൻ്റെ ഡിസൈനാണ്. അത് ഇതുപോലെ ഇപ്പോഴും നിൽക്കുന്നുണ്ടെന്നാണ്. ഏകദേശം എത്ര പഴക്കമുള്ള കാലമാണ്, എത്ര പഴക്കമുള്ള പള്ളിയാണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നിട്ട് എപ്പോഴും ഇതിൻ്റെ പെർഫെക്റ്റായ രൂപത്തിൽ, ഇതൊക്കെ പിന്നെ വെച്ചാണ് പെർഫെക്റ്റായ രൂപത്തിൽ നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഈ പള്ളിക്ക് 500 വർഷത്തെ ചരിത്രമുണ്ട് കേട്ടോ. 500 വർഷം മുന്നേ ഉണ്ടാക്കിയ പള്ളിയാണ് കേട്ടത്. എന്നിട്ട് കണ്ടോ
ഇതിൻ്റെ ഒരു കുഴപ്പമില്ല. നമ്മളൊക്കെ ഇപ്പം ഉണ്ടാക്കിയ ഒരു ബിൽഡിങ് എത്ര നിൽക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. എത്ര വാർപ്പുകാരാണെങ്കിലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് അത് പൊളിച്ചു മാറ്റണില്ല. ഇത് 500 വർഷമായിട്ട് ഇങ്ങനെ പഴയ ഒരു ഡിസൈനിൻ്റെ കപ്പാസിറ്റിയാണ് കേട്ടോ. വല്ലാത്തൊരു കറാമത്തുമാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ വന്ന് കാണുമ്പോഴാണ് നമുക്കിതൊക്കെ നമ്മുടെ എല്ലാത്തിലും വിശ്വാസം കൂടുതലും നമുക്കതിന് ആത്മീയമായിട്ട് വളരാനും കഴിയും ഇൻഷാ അല്ലാഹ്. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് ആ പുറത്തിട്ടുള്ള ഗ്യാപ്പ് കാണാൻ പറ്റുമെന്ന് കണ്ടോ. അന്ന് പണി പൂർത്തിയാകാത്തൊരു ഭാഗം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ അത് സിമെൻറ്റ് ഇട്ടാണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു പീസിന് വേണ്ടിയിട്ടുള്ള ഭാഗം വാൽനോക്കിൽ ഇപ്പോഴും ഉണ്ട്. അന്ന് ഒറ്റ രാത്രി കൊണ്ട് ഈ ഒരു ഭാഗം മാത്രമേ പണി തീരാത്തുള്ളൂ. അതിൻ്റെ ഭാഗം ഇപ്പോഴും അതിൻ്റെ ഡിസൈനൊക്കെ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് വെക്കാനുള്ള ഏകദേശം ഡിസൈനായിട്ട് വാൽനോക്കിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ വലിയൊരു തെളിവാണ് കേട്ടോ. ഇങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ബാക്കി അവിടെയാണ്, അവിടുന്ന് കൊണ്ട കല്ലാണ് എന്നൊക്കെ അതിനുള്ള തെളിവായിട്ട് നമുക്ക് ഇപ്പോഴും കാണാൻ കഴിയും കേട്ടോ. വന്നാൽ കാണാൻ കഴിയും. വല്ലാത്തൊരു അത്ഭുതമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഓരോ വരവിനും അതിൻ്റെ അത്ഭുതം കൂടി വരികയാണെന്നതാണ് യാഥാർത്ഥ്യം ഇൻഷാ അല്ലാഹ്. ഇവിടെ മഖാമിൻ്റെ സൈഡിൽ കണ്ടോ, ഇതും പിന്നെ ഇവിടുത്തെ ശിഷ്യന്മാർ സദഖത്തുല്ലാ കാഹിരിയുടെ ശിഷ്യന്മാരുടെ മഖാമുകളാണ് കേട്ടോ. ഈ 2 ഇവിടെ കാണുന്നത്. 3 പുറത്തുണ്ട്. ഇത് മഖാമിൻ്റെ സൈഡിലൂടെ ഉള്ള വഴിയാണ്. ഇതിലൂടെ നോക്കിയാൽ കണ്ടോ, ഇവിടെയുണ്ട് 3 ശിഷ്യന്മാർ മറവിട്ട് കിടക്കുന്നു കേട്ടോ. ഇതൊക്കെ അവരുടെ ശിഷ്യന്മാരാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പള്ളി പുറത്തുനിന്നുള്ള വ്യൂ. ഇവിടെ കഴിക്കുന്ന വേപ്പിൻ്റെ ഇല നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പം വല്ലാത്തൊരു ആത്മീയ അനുഭൂതിയാണ് അവിടെ വരുമ്പം. സിയാറത്ത് കഴിയുന്നവരൊക്കെ ഒഴിവ് കിട്ടുന്ന സമയത്ത് സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ചിലവുണ്ടാകും. പക്ഷേ നമുക്ക് എല്ലാത്തിനും ചിലവഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിനും കൂടിയും ചിലവിനെ കണ്ടെത്തിയാൽ നമുക്ക് നല്ല രൂപത്തിൽ സിയാറത്ത് ചെയ്യാനും അതുപോലെ തന്നെ ആത്മീയമായിട്ട് വളരെ ഉന്നതിയിലെത്താനും കഴിയും. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കുള്ളൊരു പരിഹാരം കണ്ടെത്താനും കഴിയും. നേരത്തെ പറഞ്ഞില്ലേ പുറത്ത് ശിഷ്യന്മാരുണ്ടെന്ന്. ആ ശിഷ്യന്മാരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ശിഷ്യന്മാരുടെ മഖാമാണ് ഈ കാണുന്നത്. ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് അവിടുത്തെ ശിഷ്യന്മാരുടെ മഖാമാണ് കേട്ടോ. ഇവിടെ 3 മഖാമുകൾ കണ്ടോ. ഇത് സദഖത്തുല്ലാഹിൽ കാഹിരി ഉസ്താദ് അവറുകളുടെ ശിഷ്യന്മാരുടെ മഖാമുകളാണ്. 3 ആൾ ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും വളരെ സന്തോഷത്തോടുകൂടി സിയാറത്ത് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവും എന്നതിനെക്കുറിച്ച് തീർച്ചയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് ഏർവാടിയിലേക്കാണ് പോകാനുള്ളത്. ഇന്ന് തന്നെ ഏർവാടിക്ക് പോകും. ഇവിടുന്ന് കുറച്ച് ദൂരെയുള്ള ഏർവാടിയിലേക്കുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പം അതിൻ്റെ വീഡിയോ, ഏർവാടി മഖാമിൻ്റെ വീഡിയോ ഒക്കെ നാളെ കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനൽ വളരുകയാണ് ഇൻഷാ അല്ലാഹ്. ഒരുപാട് സിയാറത്തുകൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനും കഴിയും. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. മാക്സിമം കമൻറ്റുകൾ എല്ലാവരും എഴുതാൻ നോക്കണം കേട്ടോ. അത് നമ്മുടെ ചാനലിന് പോസിറ്റീവായിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം കമൻറ്റുകൾ എഴുതാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായമാണ് രേഖപ്പെടുത്തേണ്ടത്. പോസിറ്റീവ് മാത്രം വേണമെന്ന് പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അവതരണങ്ങളോ ഷൂട്ടുകളോ മറ്റു രൂപത്തിലാണോ എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ കമൻറ്റ് എഴുതാൻ പറ്റുന്നതാണ്. കാരണം ഇത് ഞാൻ പഠിച്ചിട്ട് ചെയ്യുന്നതല്ല, ഉള്ള കഴിവനുസരിച്ച് ചെയ്യുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഏർവാടിയിൽ വെച്ച് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
കയറി പോകുന്നു, ലോറിയിലേക്ക് അൺലോഡ് ആവുന്നു.